എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു നല്ലൊരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ഇത് ഡെർമ കമ്പനിയുടെ സൺസ്ക്രീനാണ്. വളരെയധികം ഉപയോഗമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. സാധാരണ ഞാൻ ക്രീമുകളൊന്നും മുഖത്ത് ഉപയോഗിക്കാറില്ല. പണ്ട് കാലത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ വെക്കോ ടർമറിക്ക് പോൺസ് ക്രീം ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ സാധാരണ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ പൗഡർ മാത്രമേ ഇടുകയുള്ളൂ, പോൺസിൻ്റെയോ കുട്ടിക്കോറയുടെയൊക്കെ. ഇപ്പോൾ വെയിൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ വേണം ഇടാൻ. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധമുള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും എനിക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതെനിക്ക് വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇതൊരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് നമ്മുടെ മുഖത്ത് ഇട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. മോയ്സ്ചർ കൂടി ചേർന്ന സൺസ്ക്രീനാണിത്. നല്ലതായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇട്ടത്. നിങ്ങൾ ഈ എഴുതിയതൊന്ന് വായിച്ചു നോക്കും. വിറ്റാമിൻ ഇ എല്ലാം ഈ ഒരു സൺസ്ക്രീനിൽ തന്നെ ഉണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. ആമസോണിലോ ഡെർമ കമ്പനിയിലോ നിന്ന് വാങ്ങാം. ഏത് ക്രീമും നമ്മൾ മുഖത്ത് ഇടുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ. ഞാനൊന്നും എൻ്റെ കാലത്ത് അധികം ഫേസിൽ ഇങ്ങനെ ഇടാറില്ല. സൺസ്ക്രീനൊക്കെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് വന്നത്. പണ്ടൊന്നും സൺസ്ക്രീനൊന്നും ഇല്ലായിരുന്നു, നമ്മുടെ മുഖത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ വെയിലിറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ മുഖം കരിഞ്ഞു പോവും. പല ടൈപ്പിൽ സൺസ്ക്രീനുണ്ട്. ഏതാണ് നല്ലതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടിരിക്കും. മോയ്സ്ചർ കൂടെ ചേർന്നത് കൊണ്ട് തന്നെ ഇത് മുഖത്തിട്ടപ്പോൾ എനിക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും തോന്നിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീമെന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഇതേപോലെ ബേബി ക്രീം, നല്ല സോഫ്റ്റായിട്ടുള്ള ക്രീം മാത്രം ശക്കലം എടുത്ത് മുഖത്തിട്ടിട്ട് ഞാൻ പൗഡറും കൂടിയാണ് ഇടുന്നത്. ഈ പൗഡർ തന്നെ പണ്ടൊക്കെ പോൺസും കുട്ടിക്കോറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡെൻവറിൻ്റെ പൗഡറാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് തോന്നി. അതിന് ഡെൻവറിൻ്റെ സ്പ്രേയും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.